സ്വർണം വാങ്ങിയതല്ല, ഞാൻ എൻ്റെ ഉപ്പാനെ മംഗലാപുരം ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് പൈസക്ക് അത്യാവശ്യം വന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുമ്പോഴേക്ക് നമ്മളെ കാലിക്കടവിലെത്തി. അങ്ങനെ 14 പവൻ സ്വർണം കൊടുത്തിട്ട് 4 ലക്ഷം രൂപ വാങ്ങി. ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ക്യാഷ് തരുന്നത് അത് അവർ പറയുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ജ്വല്ലറി ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഒരുപാട് പേര് സ്വർണം പണയം വെച്ച് പറ്റിക്കപ്പെട്ടു. പലിശയില്ലാതെ സ്വർണം പണയം വെക്കാം, വായ്പ നൽകാമെന്ന് വാക്ക് വിശ്വസിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഒരാളുടെ കയ്യിൽ സ്വർണം കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ആളുകൾ ഒരുപാട് തവണ ഇയാളെ പിന്നാലെ നടന്ന് സ്വർണം തിരികെ ചോദിച്ചെങ്കിലും കിട്ടിയില്ല. ഇപ്പോഴിതാ പരാതി കൊടുത്തിട്ട് നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടാൻ വേണ്ടി കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. കാസർഗോഡ് ജില്ലയിൽ ചന്തേര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. പലിശരഹിത വായ്പ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയതല്ല, ഞാൻ എൻ്റെ ഉപ്പാനെ മംഗലാപുരം ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് പൈസക്ക് അത്യാവശ്യം വന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുമ്പോഴേക്ക് നമ്മളെ കാലിക്കടവിലെത്തി. അങ്ങനെ 14 പവൻ സ്വർണം കൊടുത്തിട്ട് 4 ലക്ഷം രൂപ വാങ്ങി. 1 വർഷത്തെ കാലാവധിയാണ് പറഞ്ഞത്. പലിശ വേണ്ട, 6 മാസം കഴിഞ്ഞിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് സ്വർണ്ണം തിരിച്ചെടുക്കുക. നമ്മളോട് വാങ്ങിയ സ്വർണം നമുക്ക് തിരിച്ചു തരും, അവരോട് വാങ്ങിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. രേഖയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ 1 വർഷം ആകുന്നതിന് മുന്നേ 11 മാസം ആകുമ്പോൾ വേറൊരു പൈസ കിട്ടിയപ്പം ഇവരെ സമീപിച്ച് ഇവർ പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞു. വയനാടായുള്ളത്, ബാംഗ്ലൂരായുള്ളത്, പാലക്കാടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടിപ്പോയി. പിന്നെ എനിക്കൊരു വിഷമം വന്നു, പൈസ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സാധനം കിട്ടുന്നില്ല. അങ്ങനെ ഇവരെ പിന്തുടർന്ന് ഇവരെ വീട്ടിൽ വന്നേരം ഒരു ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ആള് കുപ്പത്തെ വീട്ടിലേക്കാണ് വന്നത്. അനിയത്തിയും ഞാനും വേറൊരു ബ്രദറും കൂടി. അപ്പം ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ മീഡിയേറ്ററായി വന്ന് സംസാരിച്ച് ഡിസംബർ 10 തരാമെന്ന് പറഞ്ഞു. ഡിസംബർ 10 ആയിട്ടും കാണുന്നില്ല. പല ജ്വല്ലറിയിലും നമ്മളോട് പറഞ്ഞ് ആടെ പോയി വെയിറ്റ് ചെയ്യും, നമ്മൾ വന്നിട്ട് തരാം, നിങ്ങൾ അടക്കേണ്ട പൈസ നിങ്ങൾ അവിടെ അടക്ക്, ബാക്കി പൈസ നമ്മൾ കൂട്ടിത്തരാം, സ്വർണ്ണം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന്. ഞാൻ അറിയുന്നില്ല, ഞാൻ പൈസ സെറ്റായി. പിന്നെ ഞാൻ ഇവരെ ഗോൾഡിന് സമീപിക്കുക ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഗോൾഡ് വേണം, പൈസ വാങ്ങിയത് തിരിച്ചു, അത്രയും നമ്മൾ തമ്മിൽ കരാറുള്ളൂ. തളിപ്പറമ്പുമായി ബന്ധപ്പെടുന്ന പ്രദേശത്തുള്ള ഒരുപാട് ആളുകളാണ്, 1000കണക്കിന് ആളുകൾ. ഒരാൾ വന്നിട്ട് ഇങ്ങനെ സ്വർണം നിങ്ങൾ പണയം വെച്ചോളൂ, ഞങ്ങൾ പലിശയില്ലാതെ നിങ്ങൾക്ക് പണം നൽകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും ആ ഒരു മോഹ വാഗ്ദാനത്തിൽ വീണു. പല ആളുകളും ഹോസ്പിറ്റൽ കേസിനും മറ്റു പല അത്യാവശ്യ കേസുകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്വർണം പണയം വെക്കുമ്പോൾ ബാങ്കിനെ പേടിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഭയന്നിട്ടാണ് ഇയാളെ കയ്യിൽ കൊടുത്തത്. പിന്നെ ഇയാളെ വാക്കും പറച്ചിലൊക്കെ ഭയങ്കര ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. അത്രയും നല്ലൊരു വിശ്വാസി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. പലപ്പോഴും ഈ മതം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഭൂലോക ഫ്രോഡുകളായിരിക്കും. ഇവർ പാവങ്ങൾ ഇതിൽ വിശ്വസിച്ചിട്ട് എല്ലാവരും കൊണ്ടുപോയി സ്വർണം കൊണ്ടുപോയി കൊടുത്തു. ആളുകൾ കാശ് തിരികെ നൽകിയിട്ട് സ്വർണം തിരികെ ചോദിക്കുമ്പോഴാണ് ഇവർ കൈമലർത്തുന്നത്, ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണമില്ല, അതൊക്കെ മറ്റാൾ കൊണ്ട്, ഇയാൾ കൊണ്ട്, ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ ഒഴിഞ്ഞു മാറി. ഈ സ്വർണം കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ക്യാഷ് തരുന്നത് അത് അവർ പറയുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ജ്വല്ലറി ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞു. ജ്വല്ലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഒഫീഷ്യലായിട്ട് തരാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാരണം വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ എമൗണ്ട് ഏകദേശം ഒരു 20 ലക്ഷം രൂപ വാങ്ങി 60 പവൻ കൊടുത്തു. ഇത് കംപ്ലീറ്റ് ഞാൻ ഗൾഫിൽ നിന്ന് അഡ്വാൻസ് ഉണ്ടാക്കിയ കംപ്ലീറ്റ് ആഭരണങ്ങളാണ് കൊടുത്തു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പം പിന്നെ ഇയാളുടെ അടുത്ത് പോയപ്പോൾ ഇയാൾ ഓരോ കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. അവസാനം ഇപ്പോൾ ലാസ്റ്റ് അയാൾ പറഞ്ഞ് വേറൊരു വാചകം, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കും. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടാത്ത നമ്മൾ ഗൾഫിൽ പോയി അധ്വാനിച്ച് വന്ന് നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടോ മറ്റുള്ള സ്ഥലത്ത് പോയി നമുക്ക് യാതൊരു വരില്ല. അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞ ആ രീതി തന്നെ ഒരു വഞ്ചന രീതിയാണ്. ഇയാൾ അങ്ങനെ മാറ്റി മറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഡിപ്രഷനായിട്ടപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. ഇവർക്ക് അപ്പോഴാണ് തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലായത്. ഇവർക്ക് എന്തോ ജ്വല്ലറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആളുകളുടെ ജ്വല്ലറിക്ക് മുമ്പിൽ ഒരു ബഹളം വെച്ചു. ഇപ്പോൾ ഈ അടുത്ത് ഇവർ കൊണ്ട് പരാതിയും കൊടുത്തു. ഒന്ന് ആലോചിച്ച് നമുക്ക്, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ ആകർഷിപ്പിച്ചത് വിശ്വാസമാണ്. വിശ്വാസം, ഞങ്ങൾ നല്ല വിശ്വാസികളാണ്, സ്വർണ്ണം നിങ്ങൾ പണയം വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റൊക്കെ ഹറാമല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകളെ മറ്റുള്ളവരെ കയ്യിലും സ്വർണം വാങ്ങിയിട്ട് ഇവരൊക്കെ ഈ കഫം തിന്നിട്ട് എന്ത് ബിസിനസ് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ ഒരു കാര്യമുള്ളത്? കണ്ണീരോട് കൂടിയിട്ട് ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ കഴിയാണ് ഓരോ ആളുകളും. എൻ്റെത് അങ്ങനെയാണ്. ക്യാഷ് ഗോൾഡ് വാങ്ങിയിട്ട് നമുക്ക് ഞാൻ ക്യാഷ് ഏൽപ്പിച്ചിരുന്നു, അതിൻ്റെ അവർ പറ്റിക്കുക ചെയ്തത്. മാർച്ച് 14 തരുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഏജന്റുമാരും കൂട്ടി വന്ന് ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയി ഗോൾഡ് തരാം, പിന്നെ അശത്തൊക്കെ ഫോൺ എടുക്കുന്നില്ല, വീട്ടിൽ പോയി ഒരു ബ്ലോക്കാക്കുക ചെയ്യുന്നല്ലേ. എന്താ കാസർഗോഡുകാരിയാണല്ലേ? സ്വർണം എടുക്കാൻ ഇന്ന സ്ഥലത്ത് പോയിക്കോന്ന് പറഞ്ഞു. എന്നിട്ടോ പറഞ്ഞ ജ്വല്ലറിയിൽ പോയപ്പോ അവിടെ വെള്ളി മാത്രമേ ഉള്ളൂ. അവസാനം തിരിച്ചിറങ്ങി പോകേണ്ടി വന്നു.
അങ്ങനെ ഇതാ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളൊക്കെ പേടിച്ച് മാറി നിൽക്കേണ്ടതില്ല. കാരണം ഇത് ആരെയും പേടിക്കാനില്ല. പണം നഷ്ടപ്പെട്ടു പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി പ്രതികരിക്കുക. ഏജന്റായിട്ട് പ്രവർത്തിച്ച ആൾ എന്താ സംഭവിച്ചത്? ഇത്രയും ആൾക്കാരുടെ പൈസ മേടിച്ചു കൊടുത്തപ്പോ നിങ്ങൾ വിചാരിക്കണ്ടായിരുന്നില്ലേ? അല്ല, ഇത്ര പേരൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ പേരിൽ കുറച്ച് പേര് എന്റെ പരിചയത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1 വർഷം മുമ്പാണ് ഇയാളുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ ഈ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പരിശീലിത വായ്പയാണ്, നിനക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഇങ്ങനെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കറിയുന്ന പരിചയത്തിൽ കുറച്ച് പേര് ഇയാളുടെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എന്നോട് ചീത്ത വിളിക്കുകയും മോശമായി പെരുമാറുകയൊക്കെ ചെയ്തു. ഞാൻ എടുത്തതല്ലേ, ഞാൻ തിരിച്ചു കൊടുത്തോളാം, ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ നീ ഇടപെടണ്ട, ഞാൻ കൊടുത്തോളാം. എന്റെ പേര് റാഷിദ്. റാഷിദ് ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത് പിടിച്ചോണ്ടൊന്നും നല്ല കാര്യമില്ല. ഇത് എത്ര ആൾക്കാരുണ്ട് കൊടുക്കാനുള്ള ഇടപാടുകളുടെ ലിസ്റ്റുകളാണ്. ഓരോ ആൾക്കാരുടെയും പേര്, ഇത്ര പവൻ മേടിച്ചു, ഇത്ര പിന്നെ പൈസ അവർ മേടിച്ചിട്ടുണ്ട്. ഇതാണ് PDF ആയിട്ട് ഇറക്കി. PDF ആയിട്ട് ഇറക്കി 1300 400 അടുത്ത ആളുകൾ വരും അല്ലേ? അത്രയും ആളുകളുണ്ട്. ഉസ്താദുമാരെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് അല്ലേ? അപ്പൊ പല ആൾക്കാരുടെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തു അല്ലേ? പറയുന്നത് സലാമിന്റെ എന്റെ സ്വർണ്ണം. ഇവർ രണ്ടാളും ബാംഗ്ലൂർ ഒന്നിച്ചിട്ടാണ്. എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും പെട്ടെന്ന് അതിനൊരു മാർഗം കാണാം. അതല്ല പിന്നെ അവന്റെ വീട്ടിലേക്ക് ഇതിനെ അവസാനിക്കില്ല. അവന്റെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ കയറൂല, അതിന്റെ പുറത്ത് സ്വത്തുണ്ട്. ഈ പൈസ എല്ലാം അവർ അന്നന്ന് വിൽക്കാൻ ഈ സ്വർണ്ണം എടുത്തിട്ട് അന്നന്ന് ഇവർ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പൈസ ആക്കിയിട്ട് അന്ന് പിറ്റേന്നേക്ക് വേറെ സ്വർണ്ണം കൊണ്ട് പോകാൻ എന്നിട്ട് പറയാം സലാം രണ്ടാളും എന്താ നിങ്ങൾ രാവിലെ മുതലേ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ സംഭവിച്ചെന്താ? എവിടെ വരുന്നു? ഇരിക്കൂർന്ന് വരുന്നതാണ്. കോടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവസാനം ഈ ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ടുള്ള ആഷിഖ് എന്ന് പറഞ്ഞ വ്യക്തിയില്ല, ആ പുള്ളിയാണ് എന്റെ അടുത്തെല്ലാം വന്ന് സർവീസിന്റെ സാധനം കൊണ്ടുപോയി. എന്നിട്ട് ഈ ഷോപ്പിന്റെ മേലോറാന്ന് പറഞ്ഞ ഈ ഷോപ്പ് ജ്വല്ലറിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ സ്വർണ്ണം വേണ്ടെങ്കിൽ വേറെ സ്വർണ്ണം എടുത്ത GST പണിക്കൂലൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, നമ്മുടെ ഇവരുടെ കയ്യിൽ കുറച്ച് രേഖകളുണ്ട്, ഞാനിത് കാണിച്ചു തരാം. ഈ രേഖ, ആ എഗ്രിമെന്റ് ഒന്ന് കോപ്പി കാണിച്ചേതാ. ഇത് ഇവർക്ക് പിന്നെ ചന്ദ്ര സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് അവിടുന്ന് ഇവരെഴുതിയ ഒരു എഗ്രിമെന്റിന്റെ കോപ്പിയാണിത്. 2023 ഡിസംബർ മാസം 13-ാം തീയതി അന്ന് എഴുതിയ ഒരു കോപ്പിയാണ്. ഈ എഗ്രിമെന്റിനൊക്കെ ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മര്യാദയ്ക്ക് കൊടുക്കണ്ടേ? ഇത്രയും ആളുകളുടെ പണമാണ്, ചെറിയ ആളുകളല്ല, 1400-നടുത്ത് ആളുകളാണ്. ഇവരെ കാണിക്കുന്നത് അതിന്റെ ഇതൊന്ന് കാണിച്ചത്, അതിന്റെ പേപ്പർ ഒന്ന് കാണിച്ചത്. ഇതിന്റെ പേപ്പർ ഇതാണ് ഇവരുടെ പിന്നെ ഗോൾഡിന്റെ. നമുക്ക് കാണാം എന്താണ്, എന്ത് ഗോൾഡാണ്? റൈമണ്ട് റിച്ച് മൗണ്ട് അല്ലേ? റിച്ച് മൗണ്ട് ഗോൾഡിന്റെ പേരിൽ ഉള്ള ഒരു സംഭവം. ഇത് ഇവർക്ക് വെച്ച സാധനങ്ങളുടെ ഫോട്ടോയും അതിന്റെ ഗ്രാമൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ നിങ്ങളുടെ കയ്യിൽ വേറെ ഇതുപോലെ 1 മാസം മുന്നേ ഈ റാഷിദ് വേറൊരു ടീമിന്റെ സ്വർണ്ണം വാങ്ങാൻ പൈസ കൊടുത്തിട്ട് ആ ടീം പൈസ വാങ്ങിയത് സ്വർണ്ണം കൊടുത്തില്ല. ഈ റാഷിദ് 1 മാസം മുന്നേ വേറെ ഏതാണ് രേഖകളുണ്ട്. ഇവരുടെ രേഖ വേറെയാണ്. ഇത് വേറെ, ഇത് റിച്ച് മൗണ്ടിന്റെ ആണെങ്കിൽ ഇവരുടേതാണെങ്കിൽ ഇത് റിച്ച് മൗണ്ടിന്റെ ആണ്. വേറെ ഒരു സംഭവം കണ്ടല്ലോ രാവിലെ അല്ലേ, വേറെ പേരില്. അങ്ങനെ പല പേരുകളിലാണ് ഇവരിങ്ങനെ ഈ പണം വെച്ചിട്ടുള്ളത്. ഇതൊരു ചെക്ക്, അവർക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ചെക്ക് ഇത് മുഹമ്മദ് അഷ്റഫ് ഒപ്പിട്ട് കൊടുത്ത ചെക്കാണ് അല്ലേ? ബ്ലാങ്ക് ചെക്കാണ്. ഇതാ ഇത്തരത്തില് ബ്ലാങ്ക് ചെക്കുകൾ. ഈ ചെക്കുകൾക്ക് കൊടുത്തിട്ട് അതെ ഒരാളുടെ 60 പവനൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ഒരു നിയമത്തിൻ്റെ വഴിയിൽ പോയാലും എനിക്ക് തോന്നുന്നില്ല ഈ സ്വർണം കിട്ടുമെന്നുള്ളത്. കാരണം അതൊക്കെ നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഒരു രക്ഷപ്പെടും. ഏതായാലും ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പാപ്പിനിശ്ശേരി സ്വദേശി കുപ്പത്ത് താമസിക്കുന്ന അഷ്റഫ് എന്ന വ്യക്തി പലിശയില്ലാതെ വായ്പ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഈടായി വാങ്ങിയ സ്വർണം തിരിച്ചു നൽകിയില്ലെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. തളിപ്പറമ്പ്, വളക്കൈ, കടമ്പേരി, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി, മാട്ടൂൽ, ചന്തേര, തൃക്കരിപ്പൂർ ഭാഗങ്ങളിലുള്ളവരാണ് ഏറെയും തട്ടിപ്പിനിരയായത്. കൈവശമുള്ള സ്വർണം നൽകിയാൽ അതിന് നിശ്ചിത തുക പലിശയില്ലാതെ നൽകുമെന്നും 6 മാസത്തിനു ശേഷം നൽകിയ സ്വർണത്തിന് തുല്യമായ പുതിയ സ്വർണം നൽകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയതെന്നുമാണ് ഇവർ പറയുന്നത്. തട്ടിപ്പിനിരയായവർ വളപട്ടണത്ത് വെച്ച് അഷ്റഫിനെ സമീപിച്ച് സ്വർണം ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായ മറുപടി നൽകാത്തത് സംഘർഷത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് വളപട്ടണം പോലീസ് ഇടപെടുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വർണത്തിന് തുല്യമായ തുകയുടെ ചെക്ക് 15 ദിവസത്തിനകം എല്ലാവർക്കും ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾക്ക് ശേഷവും ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ്
തട്ടിപ്പിനിരയായവർ ചിറവക്കിലെ ജ്വല്ലറിക്ക് മുന്നിലെത്തിയത്. എത്രയും പെട്ടെന്ന് ഇവർക്ക് നീതി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതുപോലെയുള്ള മോഹവാഗ്ദാനങ്ങൾ നിന്നാൽ നമ്മൾ അതിൽ പോയി ചാടണ്ട. അത്യാവശ്യം സ്വർണം പണയം വെക്കണമെങ്കിൽ ബാങ്കിനെ തന്നെ ആശ്രയിക്കുക. അത് അവിടെ ഉണ്ടാവും, പറ്റിക്കൂല, അത് ഉറപ്പാണ്. അതിലെന്തെങ്കിലും അഞ്ഞ് ബാങ്ക് കൊള്ളയടിച്ച് പോയാൽ പോലും രേഖ അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, രേഖ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ആ സാധനം തിരിച്ചു കിട്ടും. ഇതുപോലെയുള്ള മതത്തിൻ്റെ ഒരു മേമ്പൊടിയോടുകൂടി കച്ചവടം ചെയ്യുന്ന ആളുകളെ ഒട്ടും നമ്പരുത് എന്നുള്ളതാണ് നമുക്ക് ചില അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഏതായാലും ഇവർക്കൊക്കെ നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.